ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി വൈക്കം നിയോജക മണ്ഡലം തല അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വൈക്കം, തലോലപ്പറമ്പ്, കല്ലറ പോലീസ് സ്റ്റേഷനുകളുടെ ആഭിമുഖ്യത്തിൽ നിയോജക മണ്ഡലതല ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. വൈക്കം വെൽഫെയർ ഹാളിൽ വച്ച് നടന്ന പരിപാടിയിൽ വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സൗദാമിനി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ പഠനത്തിനോടൊപ്പം പലരും കുട്ടികളെ വഴിതെറ്റിക്കുന്നതിന് പല മിഠായികൾ കുട്ടികൾ അറിയുന്നില്ല അതെന്തിനാണെന്ന് കൊടുക്കുന്നതെന്ന്. അത് കുട്ടികൾ ഉപയോഗിച്ച് അങ്ങനെ ആ ലഹരിക്ക് അടിമ. വൈക്കം MLA ശ്രീ കെ ബിനിമോൻ ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ആ ക്യാൻസർ പോലെ പടർന്നു പന്തലിക്കുന്ന ഒന്നായി നമ്മുടെ ലഹരി ഉപയോഗം മാറിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടിയുമായാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി കുട്ടികളെ അവബോധിപ്പിക്കുക, അല്ലെങ്കിൽ അത് അവർക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. വൈക്കം വലിയ കവലയിലെ തന്തൈ പെരിയോർ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശ റാലി വൈക്കം DYSP ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി. MLA ശ്രീ കെ ബിനിമോൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും ഗാനകോകിലം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി വിശിഷ്ട അതിഥിയായിരുന്നു. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP ശ്രീ P ജ്യോതികുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ MK രാജേഷ്, വാർഡ് കൗൺസിലർ റെജിമോൾ പ്രദീപ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ R അനിൽകുമാർ, വൈക്കം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സോൾജിമോൻ EK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റേറ്റിലേക്ക്, അതായത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് അത് നാഷണൽ ലെവലിൽ, അതായത് NCRB നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ECRB, SCRB, NCRB ഇവിടേക്കെല്ലാം ഈ ഡാറ്റ കളക്ട് ചെയ്ത് കൊടുക്കുന്നതും അത് വിവിധ രീതിയിൽ അനലൈസ് ചെയ്ത്. ന്യൂസ് ഡെസ്ക് വൈക്കം ഡെയിലി ന്യൂസ്.